ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം. SS മീഡിയയുടെ ഓൺലൈൻ PSC കോച്ചിങ്ങിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഈ ചാനലിലുള്ള എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ദിവസേന ലഭിക്കുന്നതാണ്. ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്തു പോകരുത്. നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യമാണ്, എന്നാണ് ഹിരോഷിമ ദിനം? അപ്പോൾ ഹിരോഷിമ ദിനം ആചരിക്കുന്നത് ഓഗസ്റ്റ് 6-നാണ്. ഓഗസ്റ്റ് 6-നാണ് ഹിരോഷിമ ദിനം ആചരിക്കുന്നത്. ഇപ്രാവശ്യം 75 വർഷം തികഞ്ഞിരിക്കുകയാണ് ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചിട്ട്. 1945 ഓഗസ്റ്റ് 6-നാണ് 1945 ഓഗസ്റ്റ് 6-ന് രാവിലെ 8:15-നാണ് അമേരിക്ക ആദ്യത്തെ അണുബോംബ് ഹിരോഷിമയിൽ വിക്ഷേപിക്കുന്നത്. അപ്പോൾ അതിന്റെ 75 വർഷം തികയാണ് 2020 ഓഗസ്റ്റ് 6-ന്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. LDC പ്രീവിയസ് എക്സാമുകൾക്ക് ഒരുപാട് ചോദ്യം ഈ ഹിരോഷിമയും നാഗസാക്കിയുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ചോദ്യം വരാൻ സാധ്യതയുണ്ട്, വന്നിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1945 ഓഗസ്റ്റ് 6-നാണ് ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിക്കുന്നത്. ഈ അണുബോംബിന്റെ പേരാണ് ലിറ്റിൽ ബോയ് എന്ന് പറയുന്നത്. അപ്പോൾ ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന അണുബോംബാണ് ഹിരോഷിമയിൽ വർഷിക്കുന്നത്. ഈ ലിറ്റിൽ ബോയ് ഒരു യുറേനിയം ഗൺ ടൈപ്പ് ബോംബാണ്. യുറേനിയം ഗൺ ടൈപ്പ് ബോംബാണ്. ഇതിലടങ്ങിയിരിക്കുന്ന മൂലകം എന്ന് പറയുന്നത് യുറേനിയം 235 അപ്പോൾ ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ഈ അണുബോംബിൽ അടങ്ങിയിരിക്കുന്ന മൂലകം എന്ന് പറയുന്നത് യുറേനിയം 235 ഇത് ഒരു യുറേനിയം ഗൺ ടൈപ്പ് അണുബോംബാണ്. ഇത് വിക്ഷേപിക്കുവാൻ വേണ്ടി അവരുപയോഗിച്ച വിമാനമാണ് ഇനോല ഗേ എന്ന് പറയുന്ന ഒരു വിമാനമാണ് ഈ അണുബോംബ് വിക്ഷേപിക്കുവാൻ വേണ്ടി അവരുപയോഗിച്ചത്. ഇതിലെ ഈ വിമാനത്തിലെ ക്യാപ്റ്റന്റെ പേര്, ഇവർ ഈ യുദ്ധത്തിലുണ്ടായിരുന്ന ക്യാപ്റ്റന്റെ പേരാണ് വില്യം എസ് പാർസൺ. അപ്പോൾ വില്യം എസ് പാർസൺ ആണ് ഈ ഇനാലോ ഗേ എന്ന് പറയുന്ന വിമാനത്തിലെ ഈ യുദ്ധവുമായി ബന്ധമായി അതിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അതേസമയം ഈ വിമാനം പറത്തിയ പൈലറ്റിന്റെ പേരാണ് പോൾ W. ടിബറ്റ് ആണ് ഇനോല ഗേ എന്ന് പറയുന്ന ഈ വിമാനത്തിന്റെ പൈലറ്റ്. 1945 ഓഗസ്റ്റ് 6-നാണ് ഹിരോഷിമയിൽ ആദ്യമായിട്ട് അമേരിക്ക അണുബോംബ് വർഷിക്കുന്നത്. അതിന്റെ പേര് എന്ന് പറയുന്നത് ലിറ്റിൽ ബോയ് ആണ്. ഇനോല ഗേ എന്ന് പറയുന്ന വിമാനത്തിലാണ് ഇവരിത് വിക്ഷേപിക്കുന്നത്. വിമാനം വഴിയാണ് ഇത് വിക്ഷേപിക്കുന്നത്. അതിന്റെ പൈലറ്റിന്റെ പേര് എന്ന് പറയുന്നത് പോൾ W. ടിബറ്റ് ആണ്. അതിലെ ആ യുദ്ധത്തിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വില്യം എസ് പാർസൺ ആയിരുന്നു ഈ യുദ്ധത്തിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു ചോദ്യമാണ്, ഇതുമായി ബന്ധപ്പെട്ട് വരാം. ഓഗസ്റ്റ് 6-നാണ് ഹിരോഷിമയിൽ വിക്ഷേപിച്ചതെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 9-നാണ് നാഗസാക്കിയിൽ അമേരിക്ക ഈ അണുബോംബ് വർഷിക്കുന്നത്. നാഗസാക്കിയിൽ ഓഗസ്റ്റ് 9-ന് 3 ദിവസം കഴിഞ്ഞ് വീണ്ടും അവർ വിക്ഷേപിക്കുകയാണ്. അതിന്റെ പേരാണ് ഫാറ്റ്മാൻ ആണെന്ന് പറയുന്ന അണുബോംബാണ് ഈ നാഗസാക്കിയിൽ ഇവർ വിക്ഷേപിക്കുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന മൂലകം എന്ന് പറയുന്നത് പ്ലൂട്ടോണിയം എന്ന് പറയുന്ന മൂലകമാണ്. പ്ലൂട്ടോണിയം എന്ന് പറയുന്ന മൂലകമാണ് ഈ ഫാറ്റ്മാൻ എന്ന് പറയുന്ന അണുബോംബിൽ അടങ്ങിയിരിക്കുന്നത്. അതിനുശേഷം ഓഗസ്റ്റ് 15-നാണ് ജപ്പാൻ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നത്. അപ്പോൾ ജപ്പാൻ അമേരിക്കയ്ക്ക് മുന്നിൽ ഓഗസ്റ്റ് 15-നാണ് കീഴടങ്ങുന്നത്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു, എന്നാണ് ഹിരോഷിമ ദിനം? ഇതുമായി കണക്ട് ചെയ്ത് എന്നാണ് ഹിരോഷിമ ദിനം ഓഗസ്റ്റ് 6, എന്നാണ് നാഗസാക്കി ദിനം ഓഗസ്റ്റ് 9? ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാണ് ഇത് വർഷിച്ചത്? 1945 ഓഗസ്റ്റ് 6-നാണ് ഇത് വർഷിപ്പിച്ചത്. ഇവിടെ ഹിരോഷിമയിൽ വർഷിച്ചത്. ഇനി നാഗസാക്കിയിൽ എന്നാണ് അണുബോംബ് വർഷിച്ചിരിക്കുന്നത്? ഓഗസ്റ്റ് 9-നാണ് വർഷിച്ചിരിക്കുന്നത്. ഇനി ഏതാണ് ആ അണുബോംബിന്റെ പേരെന്താണ്? ഒന്ന് ലിറ്റിൽ ബോയ് ആണ് ഹിരോഷിമയിൽ വന്നത്, അടുത്ത് നാഗസാക്കിയിൽ വന്നത് ഫാറ്റ്മാൻ ആണ്. ഇനി ആരായിരുന്നു ആ പൈലറ്റ്? ആ വിമാനം പറത്തിയ പൈലറ്റ് ആരായിരുന്നു? അത് പോൾ എസ് ടിബറ്റ് ആയിരുന്നു. ആ യുദ്ധത്തിലെ ക്യാപ്റ്റൻ ആരായിരുന്നു? വില്യം എസ് പാർസൺ ആയിരുന്നു ആ യുദ്ധത്തിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഇനി ഈ അണുബോംബ് വർഷിച്ചതിന് ശേഷം ആദ്യമായിട്ട് ജപ്പാൻ സന്ദർശിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റാണ് 2016-ൽ ബരാക് ഒബാമയാണ് 2016-ൽ ജപ്പാൻ സന്ദർശിക്കുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ അണുബോംബ് വർഷിച്ചതിന് ശേഷം. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 70,000-നും 80,000 ആൾക്കാർ ഈ അണുബോംബിലൂടെ മരിക്കുകയുണ്ടായി.
ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൽ പിന്നീട് ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടുന്നത്. ഇങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് ഹിബാക്കുഷ. അപ്പോൾ ഇതിന് ഇവരെ അറിയപ്പെടുന്ന പേരാണ് ഹിബാക്കുഷ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ദുരിതം അനുഭവിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ഹിബാക്കുഷ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ അണുബോംബ് വർഷിച്ചതിന് ശേഷം ദുരിതം അനുഭവിച്ചുകൊണ്ട് അവരെ വിളിക്കുന്ന പേരാണ് എന്താ? ഹിബാക്കുഷ എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതിനുശേഷം ഈ അണുബോംബ് വർഷിച്ചതിന് ശേഷം അവിടെ ആദ്യമായിട്ട് വിരിഞ്ഞ പുഷ്പം എന്ന് പറയുന്നതിനെയാണ് ഓലിയാൻഡർ പുഷ്പം എന്നാണ് പറയുന്നത്. ഓലിയാൻഡർ പുഷ്പം. ഈ ഓലിയാൻഡർ പുഷ്പമാണ് ഹിരോഷിമയുടെ ഔദ്യോഗിക പുഷ്പം എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ജപ്പാന്റെ അവരുടെ ടോക്കിയോയുടെ പേരാണ്, ഈ ഒലിയാൻഡർ പുഷ്പത്തിന്റെ പേരാണ് ക്യോപ്പി കുഡോ എന്ന് പറയുന്ന പേരാണ് ഇതിനെ വിളിക്കുന്നത്. ക്യോപ്പി കുഡോയാണ് അവരുടെ ഔദ്യോഗിക പുഷ്പം, അല്ലെങ്കിൽ ഒലിയാൻഡർ പുഷ്പം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കാം. അതിനോടൊപ്പം നമുക്ക് ചേർത്ത് പഠിക്കാം അവരുടെ പ്രൈം മിനിസ്റ്റർ PM എന്ന് പറയുന്ന ആരാണ്? ഷിൻസോ അബെയാണ്. അതുപോലെ അവരുടെ ജപ്പാന്റെ തലസ്ഥാനം ടോക്കിയോ ആണ്. ജപ്പാനീസ് യെൻ ആണ് അവരുടെ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ എന്റെ ചോദ്യം ഇതായിരുന്നു, ഹിരോഷിമ ദിനം എന്നായിരുന്നു? ഓഗസ്റ്റ് 6. ഇതാണ് ഇന്നത്തെ ചോദ്യം. പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതുമായി കണക്ട് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, ക്യാപ്റ്റൻ എന്ന നിലയിൽ 3 ഫോർമാറ്റുകളിലും ഏറ്റവും കൂടുതൽ 6 അടിച്ചിട്ടുള്ള ധോണിയുടെ റെക്കോർഡ് മറികടന്ന താരം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അടുത്ത ചോദ്യം, ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ 3 ഫോർമാറ്റുകളിലും ഏറ്റവും കൂടുതൽ 6 അടിച്ചിട്ടുള്ളത് ധോണിയാണ്. ആ ധോണിയുടെ റെക്കോർഡ് ഇപ്പം ആരാണ് മറികടന്നത് എന്നുള്ളതാണ്. ഉത്തരം ഒയിൻ മോർഗൻ ആണ്. ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റനായ മോർഗൻ ആണ് ഈ റെക്കോർഡ് മറികടന്നിരിക്കുന്നത്. മോർഗൻ 163 കളികളിൽ നിന്ന് 212 6 ആണ് അടിച്ചിരിക്കുന്നത്. അതേസമയം ധോണി 332 കളികളിൽ നിന്നുമായിട്ട് 211 6 ആണ്. ഈ 211 6ന്റെ റെക്കോർഡാണ് ആര് മറികടന്നിരിക്കുന്നത്? മോർഗൻ മറികടന്നിരിക്കുന്നത്. അപ്പോൾ ചോദ്യം, ക്യാപ്റ്റൻ എന്ന നിലയിൽ 3 ഫോർമാറ്റുകളിലും, അത് 2020 വരുന്നുണ്ട്, വൺ ഡേ വരുന്നുണ്ട്, ടെസ്റ്റ് വരുന്നുണ്ട്, ഈ 3 ഫോർമാറ്റുകളിലുമായിട്ട് ഏറ്റവും കൂടുതൽ 6 അടിച്ചിരിക്കുന്നത് ആരാണ്? ധോണിയാണ്. ഇതിനെ മറികടന്നിരിക്കുന്നത് ആരാണ്? ഇപ്പോൾ മോർഗനാണ് മറികടന്നിരിക്കുന്നത്. അത് ക്യാപ്റ്റൻ എന്ന നിലയിൽ എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, ഏകദിന ക്രിക്കറ്റിൽ ICCയുടെ ഏകദിന ക്രിക്കറ്റിൽ 1ാം റാങ്കിങ്ങിൽ നിൽക്കുന്ന ആരാണ്? അപ്പോൾ ICCയുടെ ഏകദിന ക്രിക്കറ്റിന്റെ 1ാം റാങ്കിങ്ങിൽ ഇപ്പോൾ ആരാണ് വന്നിരിക്കുന്നത്? വിരാട് കോഹ്ലിയാണ് വന്നിരിക്കുന്നത്. അതേസമയം 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയുടെ തന്നെ രോഹിത് ശർമ്മയാണ് 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. രോഹിത് ശർമ്മയാണ് 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. ബോളിംഗിൽ 1ാം സ്ഥാനം വന്നിരിക്കുന്നത് ന്യൂസിലാൻഡിന്റെ ട്രെന്റ് ബൗൾട്ട് ആണ് ബോളിംഗിൽ 1ാം സ്ഥാനം. ഇന്ത്യയുടെ ബുംറയാണ് 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യയുടെ ഈ ബോളിംഗിൽ 2ാം സ്ഥാനത്ത് ICCയുടെ റാങ്കിങ്ങിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ICC ഏകദിന ക്രിക്കറ്റിൽ ICCയുടെ 1ാം ബാറ്റ്സ്മാൻമാരുടെ നിരയിൽ വന്നിരിക്കുന്നത് വിരാട് കോഹ്ലിയും, 2ാം സ്ഥാനം രോഹിത് ശർമ്മയും, ബോളിംഗിൽ ന്യൂസിലാൻഡിന്റെ ട്രെന്റ് ബൗൾട്ടും ഇന്ത്യയുടെ ബുംറയുമാണ് 2ാം സ്ഥാനത്തിൽ എത്തുന്നത്. ഇനി അടുത്ത US ഓപ്പണിലെ നിലവിലെ ചാമ്പ്യൻ ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിലവിലെ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻ എന്ന് പറയുന്നത് റാഫേൽ നദാലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം US ഓപ്പണിൽ നിന്നും റാഫേൽ നദാൽ പിന്മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ റാഫേൽ നദാൽ പിന്മാറി, കാരണം ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് റാഫേൽ നദാൽ പിന്മാറിയിരിക്കുന്നു. അപ്പോൾ റാഫേൽ നദാലാണ് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻ. നിലവിലെ ചാമ്പ്യൻ എന്ന് പറയുന്നത് റാഫേൽ നദാലാണ്. അപ്പോൾ റാഫേൽ നദാൽ പിന്മാറി. അതിനോടൊപ്പം തന്നെ റോജർ ഫെഡററും സ്വിറ്റ്സർലൻഡ് താരമായ റോജർ ഫെഡററും പിന്മാറിയിരിക്കുന്നു. ഇവർ രണ്ടുപേരും ഈ കളിയിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. അപ്പോൾ തന്നെ ഒരു താരപ്പകിട്ട് അവിടെ കുറഞ്ഞു എന്നാണ് ഇന്ന് പത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 14 വരെയാണ് US ഓപ്പൺ നടക്കുന്നത്. അപ്പോൾ US ഓപ്പൺ നടക്കുന്നത് ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 14 വരെയാണ്. സ്പെയിൻകാരനായ റാഫേൽ നദാലാണ് നിലവിലെ ചാമ്പ്യൻ. ഈ നിലവിലെ ചാമ്പ്യനായ റാഫേൽ നദാൽ ഈ മത്സരത്തിൽ നിന്നും പിന്മാറി. അടുത്ത ചോദ്യം ഇതാണ്, 2020 ഓഗസ്റ്റിൽ ബെയ്റൂട്ടിൽ ഉഗ്രസ്ഫോടനം നടന്നത് എവിടെ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 2020 ഈ ഓഗസ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ബെയ്റൂട്ട് എന്ന് പറയുന്നത് എവിടെയാണ്? ലെബനോന്റെ തലസ്ഥാനമാണ് ബെയ്റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലെബനോന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലാണ് 2020 ഓഗസ്റ്റിൽ സ്ഫോടനം നടന്നത്. അപ്പോൾ ഏകദേശം 100 പേരോളം അവിടെ മരിക്കുകയുണ്ടായി. അപ്പോൾ ലെബനോനിലെ ബെയ്റൂട്ടിലാണ് ഈ സ്ഫോടനം നടന്നത്. ഏകദേശം 100 പേരോളം അവിടെ മരിക്കുകയുണ്ടായി. ഇനി ലെബനോനെ പറ്റി പറയുമ്പോൾ അവരുടെ പ്രൈം മിനിസ്റ്ററെ കൂടി നമ്മൾ ഓർത്ത് പറയുക, ഹസൻ ദിയാനോ ആണ് ലെബനോന്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള 2ാമത്തെ സ്റ്റാർട്ടപ്പ് കമ്പനി ഏത് എന്നുള്ളതാണ് ചോദ്യം. ബൈജൂസ് ആപ്പാണ്. അപ്പോൾ ബൈജൂസ് ആപ്പാണ് ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള 2ാമത്തെ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ബൈജൂസ് ആപ്പ്. ഇനി അടുത്ത ചോദ്യം,
കേരളത്തിൽ സുബല പാർക്ക് വരുന്ന ജില്ലയാണ് പത്തനംതിട്ട ജില്ല. അപ്പോൾ പത്തനംതിട്ടയിലാണ് കേരളത്തിൽ സുബല പാർക്ക് വരുന്നത്. ഈ സുബല പാർക്ക് എന്ന് പറയുന്നത് പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾക്കായി സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി ആരംഭിച്ച സുബല ടൂറിസം പദ്ധതിയുടെ ഭാഗമാണിത്. അപ്പോൾ സുബല പദ്ധതിയുടെ ഭാഗമാണ്, പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾക്കായിട്ട് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഒരു പദ്ധതിയാണ് സുബല പദ്ധതി എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ സുബല പാർക്ക് വരുന്നത്. അപ്പോൾ ഇത് വരുന്ന ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയാണ്. അപ്പോൾ ഇന്നത്തെ മുഴുവൻ ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ദേശീയ ലൂജ് ടീമിന്റെ പരിശീലകൻ ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. ശിവകേശവൻ ആണ് ആൻസർ. ഇനി ഇന്നത്തെ ചോദ്യം ഇതാണ്, 2020 ദേശീയ കായിക പുരസ്കാരങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര് എന്നുള്ളത്. നമ്മൾ വീരേന്ദ്ര സെവാഗിനെ പറ്റി പറഞ്ഞു, പക്ഷെ ആ കമ്മിറ്റിയുടെ ഒരു അധ്യക്ഷനെ പറ്റി നമ്മൾ പറഞ്ഞു. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള നമ്മുടെ സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.